ആ ക്യാരക്ടറിൽ വേറൊരാളായിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നത്, നെഗറ്റീവ്, ഇതിന്റെ വില്ലൻ ക്യാരക്ടർ. പിന്നെ നമ്മളൊരു പോയിന്റ് എത്തിയപ്പോൾ അതെന്തുകൊണ്ട് ടൊവിനോ ചെയ്ത രസമായിരിക്കില്ലേ, അവൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. അപ്പൊ അവനെ കൊണ്ടുവന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടെ ആ ക്യാരക്ടറിന് വേണ്ടി കുറച്ചുകൂടെ റീവർക്ക് ചെയ്തു. അവനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനുള്ള ജസ്റ്റിസ് ചെയ്യണമല്ലോ ആ ക്യാരക്ടറിന്. നമ്മൾ വിശ്വസിച്ചിട്ട് ഒരാൾ വരുവാണല്ലോ, ടൊവിനോനെ പോലത്തെ ഒരു സ്റ്റാർ ഒരു വില്ലൻ റോൾ ചെയ്യാൻ വരുമ്പോൾ തീർച്ചയായിട്ടും വെറുതെ ഒരു കാസ്റ്റിംഗ് ആയിട്ട് മാത്രം നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അവനും കൂടെ വേണ്ടിയിട്ട് കുറച്ചുകൂടെ അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എഴുതി. അപ്പൊ അവനും അതിന്റെ അകത്ത് എക്സൈറ്റഡ് ആയിട്ട് ആ സിനിമയിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ പിന്നെ അനന്തു ഇതിന്റെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലേക്ക് കോ പ്രൊഡ്യൂസറായിട്ട് അനന്തു വന്നു. അങ്ങനെ അതങ്ങനെ മെല്ലെ മെല്ലെ അങ്ങനെ വലുതായി വന്നതാണ്. അതൊരു ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അല്ലാതെ അത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെസ്പറേഷൻ എന്ന് പറയുന്ന പോലത്തെ ഒരു പോയിന്റിലായിരുന്നു. ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും സിനിമകളൊന്നും നടക്കാത്ത സാഹചര്യമൊക്കെ വന്നപ്പോൾ അതിന്റെ ഭയങ്കരമായിട്ടുള്ള ട്രോമയും നിരാശയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ എന്നാ പിന്നെ ഒരു സിനിമ ചെയ്യാം ടു കോമ്പൻസേറ്റ് ഫോർ നമ്മൾക്ക് നഷ്ടപ്പെട്ട സമയവും ആ സമയത്ത് എഫേർട്ടിനുള്ള ഒരുപാട് സിനാരിയോസ് ഉണ്ടല്ലോ, പൈസ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ഡെസ്പറേഷനിൽ തുടങ്ങിയതാണ് ആക്ച്വലി അതിരടി. പക്ഷെ ഇപ്പൊ അവസാനം തൊഴിലുറപ്പ് പദ്ധതി നടന്നു. മറ്റേ തൊഴിലിന് വേണ്ടി പോയ പരിപാടി ഇതുവരെ നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതി വൻ സക്സസ്.